ആലപ്പുഴ ചേർത്തലയിലെ പള്ളിപ്പുറത്ത് വീട്ടിൽ സെബാസ്റ്റ്യൻ, അതിനെപ്പറ്റിയുള്ള വാർത്തകളാണ് ഇന്ന് സർവ്വപത്രങ്ങളിലും ചാനലിലും നമ്മൾ കാണുന്നത്. സെബാസ്റ്റ്യൻ എന്ന സൈക്കോ കില്ലറിന്റെ രഹസ്യങ്ങൾ ഇതുവരെ വെളിവായിട്ടില്ല. അതിൽ കൊന്ന ചില വ്യക്തികളുടെ എല്ലിൻ കഷ്ണങ്ങളും മറ്റു ചില എവിഡൻസുകളും ലഭിച്ചു. DNA പരിശോധനയിൽ എല്ലിൻ കഷ്ണം ആരുടേതാണ് എന്ന് കട്ടം തേട്ടിയിരിക്കുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അയാളുടെ വീട്ടിൽ നിന്നും അയാളുടെ കുടുംബ വീട്ടിൽ നിന്നും അതിൻ്റെ പരിസരത്തു നിന്നും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ചില എല്ലിൻ കഷ്ണങ്ങളും അവരുടെ ചില ബിലോങ്ങിങ്സും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ചില ബാഗുകൾ, സാരി, അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മൾ കണ്ടെത്തി. ഒരു പല്ലും കണ്ടെത്തി കഴിഞ്ഞു. അത് റിങ്സ് ഇട്ട ഒരു പല്ലോ, കെട്ടിയ പല്ലോ, ഒരു കൊന്ത, അങ്ങനെ ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ചില സാധനങ്ങളും കണ്ടെത്തി. മരണപ്പെട്ടത് ആരൊക്കെയെന്ന് ഇനിയും സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു പോലീസിന്. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെ. സെബാസ്റ്റ്യൻ വാ തുറക്കുന്നേയില്ല. ഇതുവരെ പോലീസും നാട്ടുകാരും പത്രക്കാരും യൂട്യൂബേഴ്സും എല്ലാം കണ്ടെത്തിയത് 4 പേരുടെ മിസ്സിങ്ങാണ്. ആദ്യത്തെ മിസ്സിങ് നമുക്കെല്ലാവർക്കും അറിയാം. കടക്കരപ്പള്ളി സ്വദേശി ആയ ബിന്ദു പത്മനാഭൻ. അടുത്തത് നമ്മൾ കാണുന്നത് അവിടെ സ്ഥിരമായി ഇയാൾ പോകുന്ന ഒരു സ്ഥലം, അവിടെ ഐഷ എന്ന സ്ത്രീ, ആ സ്ത്രീയുടെ അടുത്താണ് റോസമ്മ എന്ന ഇയാളുടെ ഒരു സുഹൃത്ത് താമസിക്കുന്നത്. റോസമ്മയുടെ വീടിൻ്റെ പിൻവശത്ത് ആണ് ഐഷയുടെ വീട്. ഐഷയെ കാണാതെ പോയി. ഐഷയുടെ ബ്രദർ ഒരു കേസ് കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ 1-2 മിസ്സിങ് കൂടെ വന്നു. ഐഷയും ബിന്ദു പത്മനാഭൻ കൂടാതെ ഏറ്റുമാനൂർ അതിരമ്പുഴയുള്ള ജൈനമ്മ എന്ന സ്ത്രീ മിസ്സിങ്ങാണ്. ഇത് 3ഉം ഒപ്പം നമുക്ക് അർത്തുങ്കൽ പള്ളിയിൽ അവിടെ സിന്ധു എന്ന ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്. ഇയാളുമായിട്ട് അടുപ്പമുണ്ട്. 4 പേര്. അപ്പോൾ 4 പേര് അപ്രത്യക്ഷമായി, അതിന് സംശയമില്ല. വർഷങ്ങളായി അവരെ പറ്റി വിവരമില്ല. അതോടൊപ്പം റോസമ്മയുടെ വീടിനടുത്ത് ജൂലി എന്നൊരു സ്ത്രീയും അവരുടെ ഒരു മകനും അവർ മിസ്സിംഗ് ആണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. പോലീസിനും നാട്ടുകാർക്കും ചില ഊഹങ്ങളാണ് എങ്ങനെയാണ് ഇവരെ കൊല്ലുന്നത്, കൊലപ്പെടുത്തുന്നത്. അയാൾക്ക് ഒരു അംബാസഡർ കാറും മറ്റൊരു വലിയ കാറുമുണ്ട്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കൊല്ലുന്ന രീതി എങ്ങനെയാണ് എന്നും ഇന്നും അജ്ഞാതമാണ്. അയാൾ വാ തുറക്കുന്നുമില്ല. അയാളുടെ വീട്ടിൽ വെച്ചാകാനുള്ള സാധ്യത കുറവായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു. കാരണം ഇയാളെ സംബന്ധിക്കുന്ന എൻ്റെ ഒരു ഊഹം, നിഗമനം ഞാൻ നേരത്തെ പറഞ്ഞു. ഇയാൾ ടാക്സിക്കാരനെ കൊല്ലുന്നവനാണ് സെബാസ്റ്റ്യൻ. അന്ന് ഇയാളുടെ കൂടെ കറുത്ത് പൊക്കമുള്ള ഇയാൾ 4 വയസ്സ് മൂപ്പുള്ള ഒരാളൂടെ ഉണ്ടായിരുന്നു കൊല്ലാൻ. കോട്ടയത്തെ ഏറ്റുമാനൂരുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ടാക്സിക്കാരനെ കൊന്ന് കഴുത്തിൽ കയറിട്ട് മുറുക്കി. 2 പേര് ടാക്സി പിടിച്ചു. ഒരാൾ മുൻവശത്തിരുന്നു. പിൻവശത്തിരുന്ന സെബാസ്റ്റ്യനാണ്. അതിനുശേഷം ഏറ്റുമാനൂരിൽ നിന്ന് അവർ വാഗമണ്ണിലേക്ക് തീക്കോയ്ക്ക് പോയി. 5:30-6 മണി ശേഷമാണ് ആ വാഹനം അവർ ടാക്സി ആയിട്ട് പിടിച്ചത്. പോകുന്ന വഴിക്ക് രാത്രിയിൽ അയാളെ ഡ്രൈവറുടെ കഴുത്തിൽ ഒന്നെങ്കിൽ കയറ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, അല്ലെന്നുണ്ടെങ്കിൽ തുണിയിട്ട് പിന്നിൽ നിന്ന് കഴുത്തിലിട്ട് കൊന്നു. ആ ഡെഡ് ബോഡി ആ പോകുന്ന വഴിക്ക് വാഗമണ്ണടുത്ത് ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കാൻ അവർ ശ്രമിച്ചു. അത് വിഫലമായി. അതിനുശേഷം പിന്നീട് റോഡ് സൈഡിൽ വലിച്ചെറിഞ്ഞു. ആ കാറ് ഏലപ്പാറയിൽ വെച്ച് അത് ചില സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ടായി. അവർക്ക് അത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നതുകൊണ്ടാണത് പറഞ്ഞത്. ഇവൻ തന്നെയാണ് ടാക്സിക്കാരെ കൊല്ലുന്ന അന്നത്തെ കാലത്ത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്താത്ത വ്യക്തി സെബാസ്റ്റ്യൻ തന്നെ. സെബാസ്റ്റ്യൻ്റെ കൂടെ എക്സ്പെർട്ടായ ഒരു ഡ്രൈവറുണ്ട്, അത് ഇന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അയാൾക്ക് നല്ല പ്രായം ഉണ്ടാവും. അവർ രണ്ടുപേരും പണക്കാരായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. ഇവര് ഈ 4 സ്ത്രീകളെയും, ബിന്ദു പത്മനാഭനെയും അതോടൊപ്പം തന്നെ ജൈനമ്മയെയും ഐഷയെയും സിന്ധുവിനെയും ഒക്കെ കാറിൽ വിളിച്ചു കയറ്റി സഞ്ചരിക്കുന്ന സമയത്ത് കൊല്ലുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരിക്കലും അയാൾ കൺഫസ് ചെയ്യില്ല. കാരണം കൊലപാതകം അതിഭീകരവും ക്രൂരവുമായ കൊലപാതകങ്ങളാണ്. അതിലേക്ക് അയാൾ മനസ്സ് തുറക്കില്ല. അയാളെ ഏത് രീതി പിടിപ്പിച്ചാലും അയാളത് പറയില്ല. അയാൾ ഇപ്പോൾ അഭിനയിച്ച് നിൽക്കുകയാണ്, അസുഖക്കാരനാണ്, അയാൾക്ക് ഡയബറ്റിക്സ് ഉണ്ട്. അങ്ങനെ കാറിൽ കൊന്നിട്ട് ആ ഡെഡ് ബോഡി അയാളുടെ വീട്ടിൽ കൊണ്ടുവരും. അവിടെ വെച്ച് അത് അരിഞ്ഞ് മാറ്റി അതിൻ്റെ എവിഡൻസ് നശിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 2 പേരെ ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവണം. അതോടൊപ്പം റോസമ്മയുടെ അടുത്ത് ഐഷ, അവിടെ 40 സെന്റ് ഒരു പുരയിടം ഉണ്ട്. കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അവർ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ വസതി കൊണ്ടുവന്ന ശേഷം ഇയാൾ ഒറ്റയ്ക്ക് കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. അവരെ എതിർക്കും. അൺഎക്സ്പെക്റ്റഡ് അടിച്ച് ബോധം കെട്ടി വീണാൽ തന്നെയും ഒറ്റയ്ക്ക് അത് അസാധ്യമായി തോന്നാം. മറ്റൊന്ന്, അവരുടെ കൊലപാതകങ്ങളെല്ലാം പണം ഏത് നിമിഷം അവരുടെ കൈവശം വരുന്നോ ആ സന്ദർഭത്തിൽ അവരെ കാറെ കയറ്റി അവരെ സുരക്ഷിത സ്ഥലത്ത് കൊണ്ടാക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് അവരെ കഴുത്തില് കയറിട്ടോ ചരടിട്ടോ മുറുക്കി കൊല്ലുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിശബ്ദരാകും അവരെ ഡെഡ് ബോഡി ഡിസ്പോസലാണ് ഇയാളുടെ കുടുംബ വീട്ടിലും അതുപോലെ 40 സെന്റിലും നടത്തിയതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതൊരിക്കലും ഇയാൾ കൺഫസ് ചെയ്യില്ല. കാരണം ഈ 4 പേരുടെ കൊലപാതകം എങ്ങനെയാണ് നടത്തിയതെന്ന് പോലീസിന് ഇപ്പം വലിയ ബുദ്ധിമുട്ട്. അവർക്ക് റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് ഇതുവരെ എത്തും പിടിയില്ലാതെ നിൽക്കുന്ന സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ തന്നെ കാറിക്കറ്റി തന്നെയാണ് കൊല്ലുന്നത്. അതാണ് അയാൾ പഠിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ ടാക്സിക്കാരൻ്റെ കൊലക്കേസിനകത്ത് അയാൾ വശമാക്കിയത് ആ ഒരു തന്ത്രമാണ്. വയലൻസ് ഉണ്ടാവില്ല, നിശബ്ദരായിട്ട് അവർ മരണപ്പെടും. ഇയാളെ കാറിലൊരു ചുറ്റിയൊക്കെ കണ്ടു. ഞാനൊക്കെ വിചാരിച്ച ചുറ്റിയൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അടി തെറ്റിയാൽ അവർ പ്രതിരോധിക്കും, ഇറങ്ങി ഓടാൻ പല സാധ്യത. റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കാൻ സബാഷിനും അയാളുടെ സുഹൃത്തുക്കളും തയ്യാറല്ല. തീർച്ചയായിട്ടും ഇയാളുടെ ഒപ്പം ഇവരെ കൊല്ലാൻ ആൾക്കാരുണ്ട്. 1-2 പേരൊക്കെ ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ, അതുപോലെ തന്നെ പപ്പടം പൊന്നപ്പൻ. ആരാണ് ഇയാളുടെ സന്തതിചാരി? അവർക്ക് ടാക്സി ഓടിക്കാനുള്ള വശം ഉണ്ടാവും. ഒരാൾക്ക് എക്സ്പെർട്ടായിരിക്കും. ഇയാളെക്കാട്ടിലും നല്ല രീതിയിൽ ടാക്സി ഓടിക്കുന്നവരായിരിക്കും ഇയാളുടെ കൂട്ടുപ്രതി. അതുകൊണ്ട് കാറിനകത്ത് തന്നെയാണ് കൊലപാതകം നടത്തുന്നത്. അതിനുശേഷം ഡെഡ് ബോഡി ഇയാളുടെ വസതിയിലും 40 സെന്റിലും മറവ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര പേരെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും കേരളത്തിലെ ടാക്സിക്കാരെ പലരെയും കൊന്ന് പാലായിലെ ഒരു കാർ ഉപേക്ഷിച്ചതിന് മുമ്പ് പള്ളിക്കത്തോടിൽ ഒരു കലുങ്കിൻ്റെ അടിയിൽ ഒരാളെ തിരികെ വെച്ചു. കോഴിക്കോട് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ഒരു ബ്രിഡ്ജിനടുത്ത് ഒരു ഡെഡ് ബോഡി ടാക്സിക്കാരൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ പേട്ട അല്ലെങ്കിൽ തൃശ്ശൂർ പോകുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ ഒരു ഡെഡ് ബോഡി ഉപേക്ഷിച്ച് കാർ കൊണ്ടുപോയി. കാർ ഇതുവരെ കിട്ടിയിട്ടില്ല. ആ കേസ് ഞാൻ അന്വേഷിച്ചതാണ്. അങ്ങനെ കേരളത്തിൽ തെളിയിക്കപ്പെടാത്ത കുറെ ടാക്സിക്കാരെ കൊന്ന് കാറ് കൊണ്ടുപോയ കേസുകളുണ്ട്. അതിനുശേഷം അതിലും കുറച്ചുകൂടെ റിസ്ക് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ മോഡസ് ഓപ്പറാണ്ടി. ഇപ്പോൾ അയാൾ നടപ്പാക്കുന്നത് സ്ത്രീകളെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് നിരന്തരം സഞ്ചരിച്ച് അവരുടെ കോൺഫിഡൻസ് പിടിച്ചുപറ്റി അവരുടെ സ്ഥലങ്ങളും മറ്റും വിൽക്കുന്ന സമയത്ത് അത് പണം ലഭിക്കുന്ന ദിവസം അപ്പോൾ തന്നെ ഇയാൾ അവരെ കാറിലിട്ട് കൊല്ലും. ആ പണം അയാളുടെ കയ്യിൽ യഥേഷ്ടം വന്നു ചേരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല. ഇയാളുടെ വീട്ടിൽ അത്യാവശ്യം പണം സൂക്ഷിക്കും, അല്ലെങ്കിൽ ഇയാൾ പലിശയ്ക്ക് കൊടുക്കും. ഇയാളുടെ സുഹൃത്തുക്കള് ഫ്രാങ്കിൽ വലിയ ബൃഹത്തായ ഒരു വീട് വെച്ചത് ഞാൻ കണ്ടു. ഇയാളുടെ അസോസിയേറ്റുകൾ എല്ലാവരും വീട് വെച്ചിട്ടുണ്ട്. പോലീസിന് യഥേഷ്ടം ഇഷ്ടം പോലെ പണം കൊടുക്കും ഇയാൾ.
10 ലക്ഷം രൂപ ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ ചേർത്തലയുണ്ടായിരുന്ന, ആലപ്പുഴ ജില്ലയുണ്ടായിരുന്ന വാങ്ങിച്ചുകൊണ്ട് പോയതൊക്കെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളിൽ നിന്നൊരു കൺവെഷൻ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം അതിക്രൂരവും ഭീകരവും ബീഭത്സവുമായ കൊലപാതകങ്ങളാണ് നടക്കുന്നത്. കൊലപാതകം കാറിൽ തന്നെയാണ് നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം വീട്ടിൽ കൊന്ന് ഡെഡ് ബോഡിയാണ് ഇവിടങ്ങളിലൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. അത് ഒരു ഇറച്ചിവെട്ട് പോലെ നടത്തി അരിഞ്ഞ് പ്രത്യേകം തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് അയാളുടെ വീടിനകത്തും ബാത്റൂമിലും വാതിലിലൊക്കെ ബ്ലഡിൻ്റെ അംശം നമ്മൾ കണ്ടത്. അല്ലാതെ അവിടെ വെച്ച് കൊല്ലുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ വിവരം ഇയാൾ ഒരിക്കലും അത് വെളിയിൽ പറയില്ല, പോലീസ് ഓഫീസേഴ്സിന് പറയില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും കേരളത്തിലെ പല ടാക്സിക്കാരെ കൊന്നതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കുകയും അങ്ങനെ കൊല്ലുന്ന ഒരാൾ തന്നെയാണ് സെബാസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. കാരണം ഈ രീതിയിലാണ് ഈ സ്ത്രീകളെ കൊല്ലുന്നത്. എത്ര പേരെ കൊന്നുവെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും തുടക്കം ടാക്സിക്കാരനെ കൊല്ലുന്നത് മതിയാക്കിയ ശേഷം ബിന്ദു പത്മനാഭനിലേക്ക് വന്നു. 2003, 2006 ഇടയ്ക്കാവും. അത് മിസ്സിങ് എന്നാണെന്ന് ഇന്നും കൃത്യമില്ല. 2017 ആ കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരുകാരി ജൈനമ്മ എന്ന സ്ത്രീ, അവരുടെ കൈവശം പണവും അവരുടെ സ്വർണ്ണാഭരണം ഉള്ള സമയത്ത് അത് തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ അവരെ കൊണ്ടുവന്നു. കാറിലാണ് അവരെ കൊണ്ടുവന്നത്. അതിന് യാതൊരു സംശയമില്ല. കാറിൽ വെച്ച് തന്നെയാണ് അവരെ കൊന്നത്. അതിനുശേഷം ബോഡി വീട്ടിൽ കൊണ്ടുവന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ആയിഷയുടെ മൃതദേഹം കാറിൽ വെച്ചോ അവരുടെ വീട്ടിൽ വെച്ചോ കഴുത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കഴുത്ത് മുറുക്കി കൊന്നിട്ട് ആ 40 സെന്റിനകത്ത് തന്നെ അടക്കം ചെയ്തു. അതാണ് അവിടെ ഭീകരമായ വളരെ രൂക്ഷമായ ഗന്ധങ്ങൾ വന്ന്, അത് മനുഷ്യ ശരീരം ചീഞ്ഞഴിയ ഗന്ധമാണ് വന്ന് അവിടെ ചിലപ്പോൾ 1 or 2 പേരെ അവിടെ തന്നെ അടക്കിയിട്ടുണ്ടാവും. അത് മിക്കവാറും അവിടെ അരിയാനും അവിടെ കഷ്ണമാക്കാനും നേരമില്ലാത്തതുകൊണ്ട് ശരീരത്തിൻ്റെ സ്കെലിറ്റൻ അവിടുന്ന് തീർച്ചയായിട്ടും അതേപടി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. കാരണം ഈ രീതിയിലായിരിക്കും കൊലപാതകം നടത്തുന്നത് എങ്കിൽ അവർ 247 CR 84 എന്ന ഏറ്റുമാനൂർ ടാക്സിക്കാരൻ്റെ ആ കേസ് ഡയറി അത് കണ്ടെത്തണം. അത് കോട്ടയത്തുണ്ടാവണം, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ടാവും, അല്ലെങ്കിൽ പഴയ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഓഫീസിലെ ഫയലുകൾ അങ്ങോട്ട് മാറ്റി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.